അവൻ ലാൻഡ് വാങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് റവന്യൂ ഇല്ല. അത് ശ്രദ്ധിച്ചേണ്ട കാര്യമാണ്. ആളെ ബഡ്ജറ്റിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഞങ്ങൾക്കൊക്കെ അതൊക്കെ എന്തായിരുന്നു ഒരു അക്കരപ്പച്ചയായിരുന്നു. ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെയാണ് നല്ലത്, ഇവിടെയാണ് നല്ലത്. ഞങ്ങൾ അതിൽ നല്ല ക്യാഷ് കളഞ്ഞിട്ടുണ്ട്. ശരി, മുന്നേ ഇപ്പോൾ റെന്റിൽ ഓക്കെ മലയാളികൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വില്ല വാങ്ങാൻ തുടങ്ങി, ഫ്ലാറ്റ് വാങ്ങാൻ തുടങ്ങി, ഇപ്പം ലാൻഡ് വാങ്ങാൻ തുടങ്ങി. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഒരു ഗൾഫുകാരാണ്. നാട്ടിലെ ഇത് പറയുകയാണെങ്കിൽ ഗൾഫുകാർ പ്രവാസികൾ. അപ്പം ഗൾഫുകാരൻ്റെ ഒരു ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് മോഹം, ഏതൊരു ഗൾഫുകാരൻ്റെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് മോഹം എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 10 സെൻറ്റ് ആയിരിക്കും. ഗോൾഡ് ഒരു സ്ട്രേറ്റ് ലൈൻ പോണ സാധനമാണ്. റിയൽ എസ്റ്റേറ്റിന് എന്താ, റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഓൾവേസ് പറയല് പ്രൈസ് ആൻഡ് പ്ലേസ് എന്നാണ്. പ്രൈസിനും പ്ലേസിനും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനം റോങ് പോകണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് നോളജ് ഇല്ലാത്ത ഒരാളാകുമ്പോഴേ അതിൽ ഫെയിൽ വരാൻ സാധ്യതയുണ്ട്. പൊട്ടും കയ്യിൽ നിന്ന് കാശ് കുറച്ച് പോകും. നല്ലൊരു പടക്കക്കാരനാണെങ്കിലും അവൻ്റെ മുഖത്തും കണ്ടെന്ന് പൊട്ടണമെന്ന് 2026 തുടങ്ങിയിരിക്കുകയാണ്. ജനുവരി മാസത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് UAE. എസ്പെഷ്യലി UAEയിൽ ദുബായ് മാത്രമല്ല, ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ, ഈവൻ റാസൽ കൈമയിലടക്കം അല്ലെങ്കിൽ അബുദാബിയിലടക്കം ഒരുപാട് പ്രൊജക്റ്റുകൾ നിരന്തരം നിങ്ങൾ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന് റെൻ്റൽ, അതുപോലെ തന്നെ ഓഫ് പ്ലാൻ, ഓൺ പ്ലാൻ. ഈ റിയൽ എസ്റ്റേറ്റിലും ഇതിൻ്റെ ഷോർട്ട് റെൻ്റിലെ വിദഗ്ധരായ 2 ആൾക്കാർ, അത് ജാബഡിൻ്റെ ഫൗണ്ടേഴ്സായ ജബ്ബാർ ജാബഡ്, ഷമീർ ജാബഡ്, അതുപോലെ തന്നെ സൽമാൻ മുള്ളൽ. സോ നമ്മൾ ബ്രാൻഡ് ഇമ്പാക്ട് ക്ലബിൻ്റെ ഒരു പർപ്പസ് തന്നെ ഇതാണ്. ഇതുപോലുള്ള ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്ടിൻ്റെ വാല്യൂ അഡീഷൻ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുക. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിലും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിലും അവരുടെ പിന്നെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ടിൻ്റെ വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു നമ്മളൊരു വളരെ ക്വിക്കായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പോഡ്കാസ്റ്റാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തുടങ്ങാം. ഇപ്പോൾ സൽമാൻ ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ട്, ഓഫ് പ്ലാൻ ആണ്. അതുപോലെ തന്നെ ജബ്ബാർക്ക ഷോർട്ട് ടേം റെൻ്റിൽ, അതുപോലെ തന്നെ സമീർ കെയും ഷോർട്ട് ടേം റെൻ്റിലെ ജാബഡിൻ്റെ പ്രതിനിധികളാണ്. സോ നമുക്ക് ജബ്ബാർഖാൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം. എന്താണ് 2026 റിയൽ എസ്റ്റേറ്റ്? 2026 ശരിക്കും തുടങ്ങിയത് വെരി പോസിറ്റീവായിട്ടാണ്. കുറച്ച് ഞങ്ങൾ അറിയാമല്ലോ, നമ്മൾ കുറേ ഇൻവെൻട്രി ഓൺ ചെയ്യുന്നവരാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അതിലുള്ള 2026 ജനുവരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ കപ്പിൾ ഓഫ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഞങ്ങളുടെ അടുത്ത് പെൻഡിങ് ഉണ്ടായിരുന്ന, ബാക്ക്ലാഗ് ഉണ്ടായിരുന്നതൊക്കെ നല്ല റവന്യൂവിലേക്ക് സെൽ ഔട്ട് ചെയ്ത് പോയി, റെന്റ് ഔട്ട് ആയി പോയി എന്നുള്ള ഒരു സന്തോഷാർത്ഥം. ഞങ്ങൾക്ക് പെൻഡിങ് ലോക്സ് എന്ന് വെച്ചാൽ സമ്മറിൽ ഇതിനെ കയറി കൊണ്ടുവരുത്തൽ, സമ്മറിൽ റെന്റ് ഔട്ട് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ സീസൺ തുടങ്ങലും ഞങ്ങളടുത്ത് ഉണ്ടായിരുന്ന ഞങ്ങൾ ഓൺ ഇൻവെന്ററീസ് ആണ് അതിലൊക്കെ പോയത്. നല്ല സൂപ്പർ ഫാന്റാസ്റ്റിക് തുടക്കമായിരുന്നു ശരിക്കും ഈ വർഷം. സൽമാനിലേക്ക് വരുമ്പോൾ എന്താണ് 2026? തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ലക്കി ഉള്ള വർഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കാരണം 1-ാം തീയതി തന്നെ ന്യൂ ഇയർ കഴിഞ്ഞാൽ ന്യൂ ഇയർ ഈവ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 1-ാം തീയതി സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിൽ തന്നെ നമ്മളൊരു സ്റ്റാഫ് ഒരു ഡീല് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ കൊല്ലത്തിന്റെ സത്യം നമുക്ക് തന്നെ ഭയങ്കര ഒരു എനർജി കിട്ടി ഫസ്റ്റ് ദിവസം തന്നെ. അതും ഏർലി മോർണിംഗിൽ ഒരു ഡീല് ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ആളുകളും ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൊല്ലം തുടക്കത്തിൽ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഷമീർക്ക് എന്താണ് പറയാനുള്ളത്? 2026 ജനുവരി 2026 സൂപ്പർ സ്റ്റാർട്ട് ആയിരുന്നു. നമ്മുടെ അപ്പാർട്ട്മെന്റ് എല്ലാം ഫുള്ളാണ്. ഒരു യൂണിറ്റ് പോലും എംപ്റ്റി ഉണ്ടായിരുന്നില്ല ന്യൂ ഇയർ ഡേയ്സിലൊന്നും. നോർമലി ന്യൂ ഇയർ ഡേയ്സ് ഞങ്ങളെ പിന്നെ 100% ഞങ്ങൾ ഓക്യുപ്പൻസി കീപ്പ് ചെയ്യുന്നതാണ്. സിമിലർലി നല്ല പ്രൈസിന് പോയി എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. 2026 എന്ന് പറയുമ്പോൾ ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായിരിക്കും ഇതിനുള്ള റീസൺ? എന്താണ് കസ്റ്റമേഴ്സ് എന്തുകൊണ്ടായിരിക്കും റിയൽ എസ്റ്റേറ്റ് ഒരു നല്ല ഓപ്ഷൻ? അതുപോലെ തന്നെ ഇപ്പം ഗോൾഡ്, ഇപ്പം 2026 നിങ്ങൾ തുടക്കത്തിലുള്ള ഒരു ട്രെൻഡ് ഗോൾഡിന്റെ പ്രൈസും അതിന്റെ എന്താണ് പറയുക റെക്കോർഡുകൾ ഭേദിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. അപ്പം 2 ഓപ്ഷനാണ് ആളുകൾ മുന്നിൽ, എസ്പെഷ്യലി പിന്നെ നമ്മളെ മലയാളികളൊക്കെ ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളൊരു തോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചിന്തിക്കും. അപ്പം അതിൽ എനിക്ക് കുറച്ചുകൂടി ഇപ്പം ഗോൾഡിന്റെ ആരും നമ്മൾ കൂടെ ഇപ്പം ഇല്ല. അപ്പം അവർ വന്നിട്ട് നമുക്ക് എന്തായാലും അവരോടും കൂടി ചോദിക്കണം. പക്ഷെ എന്താണ് ഗോൾഡ് ഓർ റിയൽ എസ്റ്റേറ്റ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയും ഗോൾഡും ഒരുപാട് നമ്മൾ മലയാളീസിന് സ്വർണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ തന്നെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രോത്തും ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക റിയൽ എസ്റ്റേറ്റ് എന്ന്. കാരണം
നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭൂമി ഉള്ളവനാണ് രാജാവ്. ഏറ്റവും കൂടുതൽ ഭൂമി ആയിരിക്കും ഉള്ളത്. അവനെപ്പോഴും ആൾക്കാർ റെസ്പെക്ട് ചെയ്യും, അവനെപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവും. ഗോൾഡിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഗോൾഡിന്റെ ആളുകൾ പറയുന്നൊരു ഒരു ന്യായം അല്ലെങ്കിൽ അവരുടെ ഒരു വാദം, ഈ ലിക്വിഡേഷൻ പെട്ടെന്ന് നമുക്കൊരു ക്യാഷ് ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഗോൾഡ് ആണ് ഫാർ ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ അവർ പറയാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലിക്വിഡേറ്റ് ചെയ്യാൻ സുഖം ഗോൾഡ് തന്നെയാണ്. പക്ഷേ ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് രാജ്യങ്ങളുടെ ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ പൊളിറ്റിക്സ്, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് സേഫ് ആണ്. എപ്പോഴും സേഫ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ള ഒരു സംഭവമാണ് റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഈസി ആയിട്ട് രണ്ടും ഒരേ ഇതിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ ഇത് രണ്ട് വെർട്ടിക്കൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഷോർട്ട് ടേം റെന്റിൽ എന്ന് പറയുമ്പോൾ ഈ റിയൽ എസ്റ്റേറ്റും ഗോൾഡും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? ഞാൻ ഇതിലൊരു റിയൽ എസ്റ്റേറ്റ് ഗോൾഡിൽ എന്താ വെച്ചാൽ, റിയൽ എസ്റ്റേറ്റിൽ ലിക്വിഡിറ്റിനെ പറ്റിയിട്ട് ഗോൾഡിനെക്കാട്ടിലും ഡൈവേഴ്സ് ലിക്വിഡിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഗോൾഡിന് ഒരു ഓപ്പറേറ്റിംഗ് റവന്യൂ ഇല്ല. ഗോൾഡ് ഓൺലി വാല്യൂ അപ്രീഷിയേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അതാണ് പ്രോഫിറ്റ് മാർജിൻ. റിയൽ എസ്റ്റേറ്റിൽ അതിന് റെന്റൽ വാല്യൂ ഉണ്ട്. അതേസമയം നമ്മൾ പിന്നെ ഗോൾഡിൽ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പണയം വെച്ചിട്ട് നമ്മൾ പൈസ എടുക്കും. അതേമാതിരി പ്രോപ്പർട്ടി അറ്റ് ദ സെയിം ടൈം ആ പ്രോപ്പർട്ടി പണയം വെച്ച് പൈസ എടുക്കുമ്പോൾ അതിൽ റെന്റൽ വാല്യൂ നിങ്ങൾ EMI അടച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അത് ബെറ്റർ ആണോ ഇതാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാൽക്കുലേഷൻ എങ്ങനെ വരുന്നു അതിൽ പാർട്ട്ലി പിന്നെ സ്കെയിലബിലിറ്റി ചെയ്യുന്ന അതിനെ പണയം വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആ ക്യാഷ് ഫ്ലോ നമുക്ക് വരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അടുത്ത യൂണിറ്റിലേക്ക് ഇടാൻ പറ്റും. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷന് ഏറ്റവും ബെസ്റ്റ് എഫക്ട് കിട്ടുക ഇൻകം കിട്ടുള്ളൂ. പക്ഷെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ വേസ് നമ്മൾ റെന്റൽ ഇൻകം ആവാം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആവാം, അല്ലെങ്കിൽ മോർഗേജ് എടുത്തത് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാം. ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതില് ഇപ്പം 2026 തുടക്കത്തിൽ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ആളുകൾക്ക് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ് ഒരുപാട് പൈസ വേണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണല്ലോ കൂടുതൽ ആൾക്കാർക്ക്. പണ്ടായിരുന്നു ശരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ദുബായ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ മന്ത്ലി 1% ഒക്കെ കൊടുത്തിട്ട് ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ടൊക്കെ ആളുകൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നുണ്ട്. അതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ജാബേഡ് തുടങ്ങുന്ന ഒരു പ്രോപ്പർട്ടി എന്നാണ്. ഒരു പ്രോപ്പർട്ടി ഞങ്ങൾ പേഴ്സണലായിട്ട് വാങ്ങിയൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഞാൻ എൻ്റെ പേരിൽ വാങ്ങിയൊരു പ്രോപ്പർട്ടിക്ക് ക്ഷമയുടെ പാർട്ട്ണറായി ഞങ്ങൾ അളിയന്മാരാണ്. അപ്പോൾ അതിൽ ആ പ്രോപ്പർട്ടി നിന്നാണ് അക്രോസ് ഇന്ന് ഞങ്ങൾ ഏകദേശം ഒരു 50 ഓളം പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോയിലേക്ക്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യും ഇൻഷാല്ലാ നെക്സ്റ്റ് നിയർ ഫ്യൂച്ചറിലേക്ക്. അത് വരുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷനും അതിൽ പ്രോപ്പർലി അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുമ്പോഴാണ്. നമുക്ക് ഗോൾഡ് ചെയ്യുമ്പോൾ അതിനിപ്പോൾ അതാണല്ലോ കമ്പാരിസൺ വന്നത്. നമുക്ക് അതിലൊരു ഡ്യൂറേഷൻ ഒരു 10 year ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ആനുവൽ ആവറേജ് 6 to 7% നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അടുത്തായിട്ട് ഒരു നല്ല ഹൈക്ക് ഇല്ലേ ഗോൾഡ്? ഷോർട്ട് പീരിയഡിൽ മോള് പോകും. പക്ഷെ ഇനി ഇപ്പം വിദഗ്ധന്മാർ പറയുന്നത്, ഗോൾഡിന്റെ വിദഗ്ധന്മാർ പറയുന്നത് പിന്നെ ഇനി പ്രൈസ് താഴേക്ക് പോകില്ല, ഇനി മേലേക്കാണ് പോവുക. ശരിക്കും ഇത് ഗോൾഡിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൂട്ടി വരികയാണ് ശരിക്കും. ഇപ്പോ US പോലുള്ള രാജ്യങ്ങള് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതൊരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലും ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റ് ഇപ്പം പലപ്പോഴും ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ UAE മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ GCC മാർക്കറ്റിലൊക്കെ റിയൽ എസ്റ്റേറ്റും ഈ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കില്ലേ? ഇല്ല, റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ ദുബായിലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ദുബായ് വേൾഡിലെ ഏറ്റവും നല്ല നല്ല സിറ്റികൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇവൻ തോ നമ്മുടെ പ്രൈസ് ദുബായിയുടെ പ്രൈസ് ബെറ്റർ ആണ്. അല്ല, ഇവൻ ഈ ബെറ്റർ ആയി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡിന് നിങ്ങൾ പറഞ്ഞ ആ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ ബാധിക്കുമ്പോൾ അത് റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഹൈപ്പ് താഴേക്ക് പോകാനും ചാൻസ് ഇല്ലേ? ഗോൾഡ് ഒരു സ്ട്രേറ്റ് ലൈൻ പോണ സാധനമാണ്. റിയൽ എസ്റ്റേറ്റിന് എന്താ, റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഓൾവേസ് പറയല് പ്രൈസ് ആൻഡ് പ്ലേസ് എന്നാണ്. പ്രൈസിനും പ്ലേസിനും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനം റോങ് പോവണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് നോളജ് ഇല്ലാത്ത ഒരാളാവുമ്പോഴേ അതിൽ ഫെയിൽ വരാൻ സാധ്യതയുള്ളൂ. വളരെ സേഫായിട്ട് വർക്ക് ചെയ്യാനോ ഇതില്ലാതെ പാസീവായി നിൽക്കുന്ന ഒരാൾക്കൊക്കെ ഗോൾഡിലിട്ട് അവിടെ നിന്ന് എന്താണ് 6% ഞങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഞങ്ങൾ സംഭവിക്കുക 10x ഒരു 100x വരെയൊക്കെ ഞങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതും സംഭവിക്കും. ഗോൾഡിൽ ഞങ്ങൾ അന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഡബിൾ ആയിട്ടുണ്ടാവും. ഈ
10x to 100x ബഡ് തുടങ്ങുന്ന സമയത്തുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഡബിൾ ആയിരുന്നു. ഡബിൾ ആയിട്ട് കറക്റ്റ് ആണ്. അവിടെ അപ്രീസിയേഷൻ മാത്രമേ വരുള്ളൂ. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് നമുക്ക് അത്രയും ഡ്യൂറേഷനിൽ ഒരു ക്യാഷ് ഫ്ലോ കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ. അവിടെയാണ് റെന്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൂടി. റെന്റൽ എന്നുള്ളൊരു സംഭവത്തിൽ ഡെയിലി നമുക്ക് റവന്യൂ ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് അതാ, ഡെയിലി നമുക്ക് റവന്യൂ ഉണ്ട്. അത് ആനുവൽ കോൺട്രാക്ടിന് പോവുകയാണെങ്കിലും ഷോർട്ട് ടേം കോൺട്രാക്ടിന് പോവുകയാണെങ്കിലും ഡെയിലി റവന്യൂ ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ ഗോൾഡിലും കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ഗോൾഡിൽ നമുക്ക് ഡെയിലി റവന്യൂ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. വാല്യൂ അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാലും പിന്നെ അത് പിന്നെ നമുക്ക് നമ്മളൊരു പ്രോപ്പർട്ടി പെർഫോം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതിലൊരു ഒരു 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 പ്ലഷർ ഉണ്ട്. നമുക്കിപ്പം ഡെയിലി നമുക്ക് റവന്യൂ ഉണ്ട്, ഓക്കെ മന്ത്ലി ഇത്ര വരും. പക്ഷേ ഗോൾഡിൻ്റെ അടുത്ത പ്രാവശ്യം വരുമെന്ന് നമുക്കറിയില്ല. നമുക്കൊരു കോൺട്രാക്ട് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഗോൾഡിന് ഇങ്ങനെ എന്ത് പ്ലാനിങ് നടത്തുക, നാളെ അടുത്ത ദിവസം റേറ്റ് കൂടുന്ന നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം പിന്നെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ആനുവലി 100,000 റവന്യൂ ഉണ്ട്. അപ്പം മന്ത്ലി ഇത്ര നമുക്ക് 8,000 നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നെക്സ്റ്റ്. ഇതൊക്കെ പറയണത് എനിക്കൊന്ന് ഗോൾഡിൽ ഒരു ഇമോഷൻ കൂടി കണക്റ്റഡ് ആയതുകൊണ്ട് ആളുകൾ ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പം അത് കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത്, എസ്പെഷ്യലി മലയാളികൾ. ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു വീട് എന്നുള്ളതായിരുന്നല്ലോ മുന്നിലുള്ള ഒരു കൺസെപ്റ്റ്. അതിപ്പം മാറി മാറി വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഗോൾഡും റിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ എന്താ ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെല്ലാവരും ഒരു ഗൾഫുകാരാണ്. നാട്ടിലെ ഇത് പറയുകയാണെങ്കിൽ ഗൾഫുകാർ പ്രവാസികൾ. അപ്പോൾ ഗൾഫുകാരൻ്റെ ഒരു ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് മോഹം, ഏതൊരു ഗൾഫുകാരൻ്റെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് മോഹം എന്ന് പറഞ്ഞാൽ ഓൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 10 സെന്റ് ആയിരിക്കും. കുറച്ചും കൂടി അടുത്ത് ഓൻ്റെ ഗ്രോത്ത് ചെയ്യുമ്പോൾ ഓൻ്റെ അങ്ങാടിയിൽ ഒരു പീഡി റൂം ആയിരിക്കും, ഒരു കട റൂം. അവൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ നാട്ടിലും കോഴിക്കോടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഈ ലാസ്റ്റ് 5 to 7 years ദുബായ് പൊളിച്ചടക്കി. ശരിക്കും പറയാം ആ ഒരു സ്വപ്നത്തിനെ ദുബായ് ശരിക്കും പൊളിച്ചടക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആൾക്കാർ ഇവിടെ അപ്പാർട്ട്മെന്റും വില്ലാസും UAE വാങ്ങുന്നതിന് ഇപ്പൊ നമ്മളെ ആൾക്കാർ വാങ്ങുന്നതിൽ ഒരു ലിമിറ്റ് ഇല്ലാത്തത്ര ഇൻക്രീസ് ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വളരെ കൂടുതൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള സംഭവം. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ് ഈ ഒരു കൺസെപ്റ്റ് മാറാനുള്ള റീസൺ? ഈ ഇൻകം ജനറേഷൻ. അതായത് ഇപ്പൊ നിങ്ങൾ ഗോൾഡ് പറഞ്ഞല്ലോ, ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം. നമുക്ക് ഇത്ര ഗോൾഡ് ഉണ്ട്, ഓക്കെ നമ്മൾ സേഫിൽ വെച്ചിട്ടുണ്ട്, ലോക്കറിലുണ്ട്, കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ ഈസി, ഓക്കെ. പക്ഷെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്രീസിയേഷൻ കൂടുന്നുണ്ട്, അതേസമയം നമുക്ക് ഡെയിലി വരുമാനം വന്നുകൊണ്ടിരിക്കല്ലേ. നമുക്ക് ഭയങ്കര പ്രഷർ വരുന്നുണ്ട്. ഡെയിലി ഇൻകം എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ എനർജി വരുന്ന ഒരു സാധനം. ക്യാഷ് ഫ്ലോ വരുമ്പോൾ അസറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, ആ അസറ്റിൽ നിന്ന് നമുക്ക് ഇൻകം കൂടി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു. പക്ഷെ മറ്റേതിങ്ങനെ പ്രൈസ് കൂടുമ്പോൾ ഇൻകം വരുന്നുണ്ട്, ബട്ട് നമുക്ക് അത് ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് പിന്നെ നമ്മളിപ്പം പിന്നെ കഴിഞ്ഞ 2 വർഷം മുന്നൊക്കെ എടുത്ത പ്രോപ്പർട്ടിക്കൊക്കെ ആൾമോസ്റ്റ് 50% അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്രീസിയേഷൻ കൂടിയും വന്നിട്ടുണ്ട്. ഗോൾഡിന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇപ്പം 1 year നിങ്ങൾ ഗോൾഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എന്താ സംഭവിച്ചു നോക്കൂ. 50 to 100% അപ്രീസിയേഷൻ തന്ന ഞങ്ങളെടുത്ത യൂണിറ്റിൽ ഒരു 4-5 യൂണിറ്റിൽ 100% തന്നെ. ലാസ്റ്റ് ഇയർ ഞങ്ങൾ പിന്നെ യാസ് ഐലൻഡിൽ ഒരു പ്രോപ്പർട്ടി എടുത്തിരുന്നു 925K. ഇന്നിപ്പോൾ 1.8 million കിട്ടും. ഇനി ഞങ്ങൾക്ക് 1.8 million. ഞങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തത്? ഞങ്ങൾ 20% മാത്രമേ സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതൊരു പോയിന്റാണ്. 20% ഞങ്ങൾ ബാങ്ക് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി എടുത്തു. അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നന്നായിട്ട് അത് ശരിക്കും അതാണ് പറഞ്ഞത് 10x ആണ്. 20% ഞങ്ങൾ ഡൗൺ പേയ്മെന്റ് 4 വർഷത്തേക്കുള്ള. പിന്നെ ഇന്ന് അതിന്റെ വാല്യൂ ലാസ്റ്റ് ഇയർ 9.925K എടുത്ത യൂണിറ്റിന്റെ ഇന്നത്തെ വാല്യൂ 1.8 ആണ്. ഇന്ന് വിറ്റ 100% കിട്ടും. അത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 20. അവിടെ ചോദ്യം, ഇത് നിങ്ങൾ ഇന്ന് വിൽക്കുമ്പോൾ മാർക്കറ്റിൽ ആളുകൾ ബയേഴ്സ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓഫർ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ നമുക്ക് ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 20% ഇട്ടാൽ മതി, ഒരു 1 million പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം. 1 million അല്ല, എത്രയും പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം. ഗോൾഡ് നിങ്ങൾ 1 million ഗോൾഡ് എടുക്കാണ് 1 million കൊടുക്കണം. ബാങ്ക് വന്നിട്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോൺ തരില്ല. നിങ്ങളെയാണ് കൂടുതൽ വിശ്വാസം. സത്യം. ബാങ്കിനും സേഫ് ആണ്. ബാങ്കിന്റെ പേരിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമ്മളത് ഒരു കാർ വാങ്ങുന്ന പോലെയാണ്. അതിന്റെ പിന്നെ RC ഓണർ അല്ലെങ്കിൽ പിന്നെ പ്രോപ്പർട്ടി ഓണർ ബാങ്കാണ്. ഗ്രാജുവലി നമ്മുടെ പേരിലാവുള്ളൂ. പക്ഷെ നമുക്ക് നല്ല പവർ ഉണ്ട്. ഇതിനിടയിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് പിന്നെ സ്റ്റോക്കും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒക്കെയാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുന്ന റിയൽ എസ്റ്റേറ്റ്? ഹൈലി ടെക്നിക്കൽ നോളജ് ആവശ്യമുള്ള മേഖലയാണ്. നമ്മൾ മാർക്കറ്റ് നോളജ് ആവശ്യമുള്ള മേഖലയാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലായാലും എന്റർപ്രണർഷിപ്പിലായാലും അൾട്രാ ഫോക്കസ്, നമ്മൾ എല്ലാത്തിലും എക്സ്പേർട്ട് ആവാൻ കഴിയില്ല.
ഒരാൾക്കും കഴിയില്ല. നമുക്ക് ഒരു നീഷ് ഏരിയ കണ്ടെത്തേണ്ടത്. അത് ഏതൊരു ഇൻവെസ്റ്ററും ഒരു ഗ്രോ ചെയ്യുന്ന ആളും, ഇൻവെസ്റ്റർ ആയാലും ബിസിനസ് ഒരു എന്റർപ്രണർ ആണെങ്കിലും ആള് ഒന്ന് ഗ്രോ ചെയ്ത് വരുമ്പോഴത്തേക്കും ആൾക്ക് വേണ്ടത് അൾട്രാ ഫോക്കസിലേക്ക് വരേണ്ടതുണ്ട്. ആൾക്ക് അൾട്രാ ഫോക്കസിൽ വന്ന് എക്സ്പെർട്ടീസിൽ മാത്രമേ അയാൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞങ്ങൾ എക്സ്പീരിയൻസിൽ ഞങ്ങൾ കമ്പനി തുടങ്ങി ഫസ്റ്റ് ഇയറിൽ നമ്മളൊന്ന് പൊന്തി വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ്, മറ്റ് പല ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ വീണ് പോയിട്ടുണ്ട് പലതിലും. ഞങ്ങൾ തന്നെ പോയി ഞങ്ങൾക്കൊക്കെ അതൊക്കെ എന്തായിരുന്നു ഒരു അക്കരപ്പച്ചയായിരുന്നു. ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെയാണ് നല്ലത്, ഇവിടെയാണ് നല്ലത്, ഞങ്ങൾ അതിൽ നല്ല ക്യാഷ് കളഞ്ഞിട്ടുണ്ട് ശരിക്കും. എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ദുബായിൽ ഏത് ബിസിനസ് ആണ് എടുത്തു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ അവർ പൈസ ഒക്കെ ഉണ്ടാക്കി വരുമ്പോ പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്, അറിയുന്ന അറിയാത്തതിലൊക്കെ. മലയാളികളുടെ ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, അത് നല്ല സക്സസ് ആണ്, ഞാൻ ഓക്കെ അത് നല്ല പരിപാടിയാണ്, നമ്മള് ചായ കുടിച്ചാൽ അന്ന് ഇവിടെ ഇങ്ങനെ ചായ തുടങ്ങി. അപ്പൊ അതില് നമ്മള് പൊട്ടും, കയ്യിൽ നിന്ന് കാശ് കുറച്ച് പോകും. നല്ലൊരു പടക്കക്കാരനാണെങ്കിലും അവന്റെ മുഖത്തുനിന്ന് രണ്ടെണ്ണം പൊട്ടണം അത് പിന്നെ അങ്ങനെയാണ് അത് കയ്യിൽ നിന്ന് കുറച്ച്. പക്ഷെ അതിൽ നമുക്കൊരു ഇപ്പൊ എന്റർപ്രണർ ആയിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ഫസ്റ്റ് 1 ഇയറിൽ സക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ നമ്മളോട് ദോഷം ഉണ്ടായിട്ട് ചെയ്യുന്നവരല്ല, ആള് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ആൾക്കാർ. പക്ഷെ നമ്മൾക്ക് കറേജ് എവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം വേണ്ടത് എവിടെ, അതിന് നോ പറയാനാണ് ലൈഫിൽ പഠിക്കേണ്ട കാര്യം. എനിക്കൊന്നിപ്പോ നമ്മളൊക്കെ പഠിച്ചത് ഒരു 30 കഴിഞ്ഞ് പഠിച്ചു വരുന്നു. ഞാൻ കാണുന്നുണ്ട് നമ്മളെ ഇടയിലുള്ള ആൾക്കാർ ഇപ്പം റീസെന്റ് ആയിട്ട് എന്റർപ്രണർഷിപ്പിൽ വന്ന ആൾക്കാർ ഇപ്പം മറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് അവരിങ്ങനെ ഗ്രോ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് അതിൽ സ്കെയിലബിലിറ്റി ഇല്ല. അവര് എന്താണോ അതിൽ നീഷ് എക്സ്പെർട്ടി അതിൽ തന്നെ സ്കെയിൽ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി ഓൾവേസ് അതിൽ നമ്മളെ എക്സ്പെർട്ടിക്കാണ്. അല്ലാതെ ബിസിനസ്സിൽ എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതിന് സക്സസ് ആക്കാൻ പറ്റല് ആ നീഷ് എക്സ്പെർട്ടിക്ക് മാത്രമേ സക്സസ് ആക്കാൻ സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൊക്കെ പറഞ്ഞാണ്, നിങ്ങളൊരു നീഷ് ഫൈൻഡ് ചെയ്തിട്ട് അതിലൊരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ജാക്ക് ഇൻ ഓൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം നമുക്ക് തോന്നും, പ്രത്യേകിച്ചിട്ട് അപ്പം നമ്മളാണ് മനുഷ്യന്മാരാണ്, അവർ ചെയ്ത് എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള തോന്നൽ വരും. പക്ഷെ ഇത് അവനോട് ചോദിച്ചു കഴിഞ്ഞാലാണ് അറിയുള്ളൂ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയും. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങളിപ്പോ ഷോർട്ട് ടേം റെന്റിൽ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, അല്ലെങ്കിൽ സൽമാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കും നമുക്ക് ഇതും കൂടി ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ 4-5 വേർട്ടിക്കൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്ത് ഫസ്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത് ലാസ്റ്റ് നമുക്കറിയാം ഓക്കെ നമ്മളെ കോർ നിഷ് ഇതാണ്, നമുക്ക് ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതിൽ കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഇതാകുമ്പോഴും നമ്മളൊരു ബ്രാൻഡായി മാറും. നമ്മളോട്ട് ഇങ്ങോട്ട് കസ്റ്റമർ വരും, നമ്മൾ അടുത്തിലോട്ട് കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരും, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഈ നിഷ ഫൈൻഡ് ചെയ്താലുള്ള ഏറ്റവും വലിയ. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മളെ കോമ്പറ്റീറ്റർ അതേപോലെ നമ്മളെ കോപ്പി പേസ്റ്റ് ചെയ്താലും അവർക്ക് സക്സസ് ആവാൻ പറ്റും. ഇപ്പൊ തന്നെ റിയൽ എസ്റ്റേറ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നിഷുണ്ട്. ഇപ്പം നമ്മളിപ്പോ ക്ലബ്ബിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് വരുമ്പം ജാസനോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രശ്നം അവർ ഇല്ല. ഓരോരുത്തർക്കും ഇപ്പൊ അതിൽ ലാൻഡ് എക്സ്പെർട്ടീസ് ഉണ്ട്, ഷോർട്ട് ടേമിലുണ്ട്, ഓഫ് പ്ലാനിലുണ്ട്, സെക്കൻഡറി ഉണ്ട്. പിന്നെ ഇപ്പൊ UK മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സൗദി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമാറ് മാത്രം വെക്കുന്ന ആൾക്കാരുണ്ട്. ശോഭ എല്ലാ നിഷിനും അതിന്റേതായ ഒരു വലിയൊരു. ഞാനിപ്പോ ശോഭ മാത്രം സെല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേറൊരു ഡെവലപ്പർ സെല് ചെയ്യാൻ വെക്കില്ല. നമ്മള് പല ഏജൻസും മെയിൻലി ഓരോരോ ഡെവലപ്പേഴ്സിനെ ഫോക്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ഡെവലപ്പർ പറയുമ്പോൾ പറയും അവര് നല്ലതല്ല എന്നുള്ള രീതിയിൽ സെല് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോരോ നിശയുണ്ട്, അതിലാണ് എല്ലാവരും ചെയ്യാം. ഓഫ് പ്ലാൻ ആണ്. ഞാനിപ്പോ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങുമ്പോൾ ഞാൻ അതേപോലെ സെക്കൻഡറി ചെയ്തിട്ടുണ്ട്, റെന്റൽസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൈമറി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ഫൈൻഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ശോഭിക്കാൻ പറ്റിയത് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഈ ഓഫ് പ്ലാൻ എന്ന് പറയുന്നതാണ്. അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് കിട്ടുന്നത്, പിന്നെ റിസൾട്ട് കിട്ടുന്നത്, അപ്രീസിയേഷന്റെ കാര്യങ്ങളാണെങ്കിൽ 2 to 3 ഇയേഴ്സിന്റെ ഉള്ളിൽ നല്ല മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫീൽഡ് ഓഫ് പ്ലാൻ ആയതുകൊണ്ട് ഞാൻ അതിൽ എന്ത് ചെയ്തു. ഇതിൽ എനിക്ക് തോന്നുന്നു മുന്നേ ഇപ്പൊ റെന്റില് മലയാളികൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വില്ല വാങ്ങാൻ തുടങ്ങി, ഫ്ലാറ്റ് വാങ്ങാൻ തുടങ്ങി, ഇപ്പൊ ലാൻഡ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ഒരു ലാൻഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് എത്ര വർഷത്തേക്കാണ്, എന്താണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ്? ലാൻഡ് ഇവിടെ ശരിക്കും ഫ്ലാറ്റും വില്ലകളൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ലാൻഡും ശരിക്കും 99 വർഷത്തേക്ക് ലീസ് ഹോൾഡ് എടുക്കുന്നുണ്ട്, പിന്നെ ലൈഫ് ലോങ് ആയിട്ട് ഫ്രീ ഹോൾഡ് എടുക്കുന്നുണ്ട്. പക്ഷെ ലാൻഡ് വാങ്ങുമ്പോൾ ഉള്ള ടിക്കറ്റ് പ്രൈസ് വളരെ കൂടുതലാണ്.
ഈ ചെറിയ ടിക്കറ്റ് പ്രൈസിലില്ല. മിനിമം ഒരു 15 മില്യൺ, 30 മില്യൺ, 50 മില്യൺ, 100 മില്യൺ എന്നിട്ട് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് വലിയ ഹൈലി പ്രൈസ്ഡ് ആണ് വരുന്നത്. നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ് ലാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില അവിടെ ഒരു ഡെവലപ്പേഴ്സ് പ്രശ്നമുണ്ട്. അവൻ ലാൻഡ് വാങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് റവന്യൂ ഇല്ല. അവൻ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ്. ആളെ ബഡ്ജറ്റിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. അങ്ങനത്തെ ആളുകളാണല്ലോ ലാൻഡിലേക്ക് വരുള്ളൂ, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക്. മേ ബി 2 മില്യൺ നിങ്ങൾക്ക് ലാൻഡ് കിട്ടിയെന്ന് വരും. ഇപ്പം എന്നൊക്കെ ഞാൻ പിന്നെ ഓൺലൈനിൽ കണ്ടു. പിന്നെ ഷാർജയിൽ അറൌണ്ട് 2 മില്യൺ നമുക്ക് ലാൻഡ് വാങ്ങാൻ പറ്റുന്നുള്ളൂ, ചെറിയ പ്ലോട്ട് വാങ്ങാൻ പറ്റും. വില്ല ഇപ്പൊ ഡെവലപ്പേഴ്സ് തന്നെ ഇപ്പം മാസ്റ്റർ ഡെവലപ്പർ ലാൻഡിനെ വില്ലക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്മോൾ ടിക്കറ്റിലും വരുന്നുണ്ട്. സ്മോൾ ടിക്കറ്റിലും വരുന്നുണ്ട്. അവിടെ അതില് നമുക്ക് പിന്നെ ഒരു കൺസ്ട്രക്ട് ചെയ്ത് അവിടെ റവന്യൂ വരാന്നുള്ള ആ സമയം നമ്മൾ അതിനുള്ള പിന്നെ ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ആ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആദ്യം തന്നെ ലാൻഡിലേക്ക് ജസ്റ്റ് പോകാവൂ. ലാൻഡ് വാങ്ങിയിട്ടിട്ട് കാര്യമല്ല, നമ്മൾ അവിടെ ബിൽഡ് ചെയ്യണം. ബിൽഡ് ഒരു വില്ല അല്ലെങ്കിൽ ഒരു ഇപ്പൊ അധികം കാണുന്ന ജോയിന്റ് വെഞ്ചേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഡെവലപ്പറോട് നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്തോളൂ, നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ള രീതിയിൽ ജോയിന്റ് വെഞ്ചേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പൊ കാണുന്ന ഒരുപാട് ചെറിയ ചെറിയ ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഈ ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഒരു ട്രെൻഡും ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി എന്താണ് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് ട്രെൻഡ് വലുതാവും എന്ന് പറയുന്നതിന്റെ കാരണം ട്രെൻഡ് ഈ ഒരു ഞാൻ പറഞ്ഞില്ല പ്രൈസ് ആൻഡ് പ്ലേസ് ഈ മിഡിൽ ഈസ്റ്റ് അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്ന ഈ രണ്ട് കഷ്ണമുണ്ടല്ലോ, അറബിക്കടലിന്റെയും റെഡ് സീയുടെയും ഇടയിലുള്ള ഈ പീസ് ഓഫ് ലാൻഡിന് ഓൾവേസ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക് ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇപ്പം വേൾഡിൽ എവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ഫസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയ, ഇപ്പം ദുബായിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 5 ഒരാൾക്ക് 4 hours ഫ്ലൈറ്റിൽ എത്താൻ പറ്റിയ ഡിസ്റ്റൻസിലാണ് ദുബായിയുടെ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പം അത്രയും പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഒരു 750 കോടി ഉണ്ടെങ്കിൽ ഒരു 200 കോടി ആൾക്കാർക്ക് ഇവിടെ എത്തണമെങ്കിൽ വളരെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം മതി. അതിനേറ്റവും കണക്ടിവിറ്റി ഉള്ള എയർപോർട്ട് ഫെസിലിറ്റി. ഇപ്പം നമ്മൾ എവിടെ ലോകത്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർ ഫസ്റ്റ് എത്തി സേഫ് ആവുന്ന സ്ഥലം ഇതാണ്. മറ്റു ചുറ്റിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസ് വേൾഡിനുണ്ട്, ലോകത്തിനുണ്ടാകും. അതന്നെയാണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി. അതാണ് നിങ്ങളെ റിയൽ എസ്റ്റേറ്റിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതന്നെയാണ്. ശരിക്കും ഇവർക്ക് ആ കോവിഡിന് ശേഷമാണ് ഇവർക്ക് ആ ഒരു അങ്ങനെ ഒരു ഇമേജ് കിട്ടിയത്. കോവിഡിന് ലോകം മുഴുവൻ ലോക്കായി കിടക്കുമ്പോൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഓപ്പൺ അല്ലായിരുന്നു. ഇവൻ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ ആകെ 14 ദിവസം 20 ദിവസം അങ്ങനെ വളരെ ആഫ്റ്റർ ദ ലൈക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഓപ്പൺ ആക്കി കൊടുത്തതും ലൈക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കൊടുത്തതും അതിൽ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തത്. കോവിഡിൽ വന്ന യൂണിറ്റ്സ് ഞങ്ങൾ കോവിഡിൽ കുറച്ച് യൂണിറ്റ്സ് ഓൺ ബോർഡ് ചെയ്തിരുന്നു. കാരണം അതർ കൺട്രീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് സ്റ്റേക്കേഷൻ പോലെ അവർക്ക് പിന്നെ എന്താ ക്വാറന്റൈൻ ചെയ്യാനൊക്കെ അങ്ങനത്തെ കുറെ തോട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നമ്മൾ കോവിഡിൽ പിറന്ന കമ്പനിയാണ് നമ്മളത് കോവിഡ് ടൈമിൽ. കാരണം നമുക്ക് നല്ല ഒക്യുപ്പൻസി ആയിരുന്നു ആ സമയത്ത്. അപ്പം റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓഫ് പ്ലാൻ ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു ഓഫ് പ്ലാൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? ഓഫ് പ്ലാനിൽ നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കേണ്ട കാര്യം അപ്രീസിയേഷൻ ആണ്. നമ്മളിപ്പോൾ ഇന്നൊരു ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് അത് ഹാൻഡ് ഓവർ കിട്ടുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും വേറെ മിനിമം ഒരു 30-40% നമുക്ക് അപ്രീസിയേഷൻ കിട്ടും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് 50%, 100%, 200%, 300% പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതും ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓഫ് പ്ലാൻസിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഒരുപക്ഷെ 4 വർഷത്തെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുള്ള ആൾക്കാരായിരിക്കും പറ്റുള്ളൂ. ഏതൊരു ബിസിനസ്സിനും ഒരു പേഷ്യൻസ് ഉണ്ട്. തീർച്ചയായും സേഫ് പക്ഷേ പിന്നെ ജാബഡ് പറയുന്നത് ഷോർട്ട് ടേം തന്നെ നമുക്ക് നിങ്ങൾക്ക് വരുമാനം തരാം. നമ്മുടെ ഡെയിലി സെക്കൻഡറി മാർക്കറ്റിൽ പോകണമെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ ആവശ്യമില്ല. ഓൺ ചെയ്ത് നെക്സ്റ്റ് മന്ത് അല്ലെ നെക്സ്റ്റ് ഡേ നമുക്ക് റവന്യൂ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് ആണ് ഇതിലുള്ള പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങാനുള്ളത്. ശരിക്കും ദുബായ് മാർക്കറ്റിൽ ദുബായ് എന്നുള്ള സ്ഥലത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടല്ലോ. 1 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ ഒരുപാട് പ്രീമിയം ഹോട്ടൽസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്കോപ്പ് എന്താണ്? ശരിക്കും ഞങ്ങളുടെ സ്കോപ്പ് നമ്മുടെ ഒരു ഹോട്ടലല്ല സെല് ചെയ്യുന്നത്, ഒരു 5 സ്റ്റാർ ഹോമാണ് സെല് ചെയ്യുന്നത്. ഹോട്ടലിലെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റൂം, അവിടെ ഒരുപാട് ഫെസിലിറ്റി ഇല്ല. ജസ്റ്റ് ബെഡും പിന്നെ AC ഉള്ള ഒരു ബെഡും ഒരു ബാൽക്കണി മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. ഒരു വീട്ടിലിപ്പം ഒരു 1 നൈറ്റിനല്ല പൊതുവെ ഗസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. 1 നൈറ്റ് ആണെങ്കിലും ആ ഫുള്ള് ലക്ഷറി ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആൾക്ക് പിന്നെ ചെറുതായിട്ട് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം, പിന്നെ സ്ലൈറ്റ്ലി കുക്ക് ചെയ്യാം, ജിമ്മ് യൂസ് ചെയ്യാം, പിന്നെ എല്ലാം ഒരു വീട്ടിൽ നിന്ന് എങ്ങനെ ഒരാൾ ജീവിക്കുന്നോ അതുപോലെ അതിനേക്കാളും ബെറ്റർ വേർഷനിൽ ആ ഒരു ഹോട്ടൽ സ്റ്റേനേക്കാളും ബെറ്റർ വേർഷനിൽ ഒരു 5 സ്റ്റാർ ഹോം ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. നമ്മുടെ പേര് തന്നെ ഹോളിഡേ ഹോം ആണല്ലോ.
അപ്പൊ അതൊരു ഒരു തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് സംബന്ധിച്ചിടത്തോളം അതൊരു റവന്യൂ ആണ്, കസ്റ്റമേഴ്സിന് ഒരു പ്രീമിയം, അതായത് ഹോട്ടലിന് കിട്ടാത്തൊരു എക്സ്പീരിയൻസ്, പിന്നെ ഹോട്ടലിനേക്കാൾ കുറച്ചുകൂടി പിന്നെ അതിനേക്കാളും ബെറ്റർ ബെറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൊടുക്കും. പിന്നെ ഓണേഴ്സിന് അവർക്കും സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്യാം. നമുക്കിപ്പം പിന്നെ നമ്മളെ ഗസ്റ്റ് ഇപ്പം ദുബായിൽ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പിന്നെ സ്റ്റാഫാണ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ് ഈ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുന്നതും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അവർ ആനുവൽ കോൺട്രാക്റ്റിന് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചാലഞ്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ അവിടേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഇത് ഒരു 1 നൈറ്റ് അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെ സ്റ്റേ ചെയ്ത് പോയാൽ വീണ്ടും അടുത്ത പിന്നെ ബുക്കിങ്ങിൽ സ്ലോട്ട് empty നോക്കിയിട്ട് നമ്മുടെ ഫാമിലിക്കും നമുക്കും ഒരു ഔട്ടിംഗ് ആവാം. നമ്മളെ ഓൺ പ്രോപ്പർട്ടി അതിന് നമുക്ക് ചാർജ് ഒന്നും വേണ്ട. ചാർജ് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ ആ ക്ലീനിങ് ഫീ നമ്മൾ എടുക്കും. നമ്മളവിടെ എന്ത് സർവീസോ കൊടുക്കുന്ന സർവീസ് ഫീസ് ഉണ്ടാവും. സർവീസ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഓണേഴ്സിന് എന്റെ അപ്പാർട്ട്മെന്റ് എന്ന് അവരെ പറഞ്ഞിട്ട് സ്വന്തം താമസിച്ച് അവരെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ Just കൊണ്ടുവരാൻ പിന്നെ ആർക്കാണേലും ഞാനൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയാലും എനിക്ക് എന്റെ പാരന്റ്സിനെ പിന്നെ റിലേറ്റീവ്സിനെ കൊണ്ടുപോകാം. ഒരു സോഷ്യൽ എന്റെ അപ്പാർട്ട്മെന്റ് താമസിച്ചോളി എന്നുള്ള ആ ഒരു ഗഡ്സിൽ പറഞ്ഞു. തീർച്ചയായും ഒരു സോഷ്യൽ സ്റ്റാറ്റസും കൂടി ഇമ്പോർട്ടന്റ് ആണല്ലോ. എനിക്ക് ഓഫ് പ്ലാനിൽ ഒരു കാര്യം പറയാനുണ്ട്. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് റെഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇന്ന് ഓഫ് പ്ലാനിൽ ആൾക്കാർ ഓഫ് പ്ലാനിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ആരും നമ്മളെ റിയൽ എസ്റ്റേറ്റുകാർ സെയിൽ അത് പറയുന്നില്ല. അങ്ങോട്ട് വരുന്നതിൽ 4 മാസം അത് പറഞ്ഞുതരാം. പിന്നെ 30%, 40%, 50% അപ്രിസിയേഷൻ കാണുന്നു അസ്യൂം ചെയ്യാം, റെഡി എന്ന് പറയാം. ഇത് അത് ഞാൻ അതിനെ കമ്പയർ ചെയ്യാം. എന്നാലും നമ്മളൊന്ന് റെഡിയിൽ ഉള്ളതിനെ കമ്പയർ ചെയ്യാം. ഞാനൊരു പ്രോപ്പർട്ടി ഞങ്ങളെ റിയൽ എക്സ്പീരിയൻസ് പറയാം. റിയൽ എക്സ്പീരിയൻസ് ഞങ്ങളൊരു 1 മില്യൺ ഇൻക്ലൂഡിങ് ഫർണിഷിംഗ് എല്ലാം ചെയ്തിട്ട് ഒരു 1 മില്യൺ ഞങ്ങൾ ബിസിനസ് പേര് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. അതിലൊരു ഞങ്ങളൊരു 250,000 ആയിരിക്കും അപ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. അതിന് ഞങ്ങളിപ്പോൾ കറന്റ് അതിന് റൺ ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് 115,000 റെന്റ് ഔട്ട് പോയ സാധനമാണ്. 115,000 115,000 റൺ ഇത് പോയതിന് ഞങ്ങൾ 250 ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ EMI സർവീസ് ചാർജ് എല്ലാം പോയാലും ഞങ്ങൾക്ക് ഏകദേശം 26%, 27% ആനുവൽ ROI ഉണ്ട്. ഈ ആനുവൽ ROI വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ തന്നെ 52% ആയി. 4 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്ക് 112% ആയി. ഇതിനെ വേണം നമ്മൾ റെന്റൽ മാർക്കറ്റിൽ പിന്നെ എൻകാഷ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ക്യാഷ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് 4 വർഷം ആവും എന്നുള്ളതിന് ആ ഒരു പൊട്ടൻഷ്യൽ 4 വർഷം വരാൻ പോകുന്ന ഇതിന് ഈ 100% ഈ 100% 4 വർഷത്തിന്റെ ഇടയിൽ ക്യാഷ് ഫ്ലോ നമ്മളെ പോക്കറ്റിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സാധനങ്ങളിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ ഗോൾഡിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചോ. വാല്യൂ അപ്രീസിയേഷൻ കാരണം പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് വാല്യൂ അപ്രീസിയേഷൻ ഉണ്ട്. നമ്മൾ വാങ്ങിയ ആ യൂണിറ്റിന് ഓൾറെഡി ഇപ്പൊ 20% ഓഫർ അപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് നോക്കിയിട്ട് വാങ്ങണം. എല്ലാ യൂണിറ്റിനും നമുക്ക് അതാണ് റിയൽ എസ്റ്റേറ്റുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന പിന്നെ അഡ്വൈസ് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ചെയ്ത് കൊടുക്കേണ്ടത് അതാണ്. എല്ലാത്തിനും കിട്ടില്ല, ഷുവർ ആണ്. നിങ്ങൾ പറഞ്ഞ കേസ് ടു കേസ് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എടുത്താൽ നിങ്ങൾ പറഞ്ഞ അതേ റിട്ടേൺസ് നമുക്ക് കിട്ടും. പക്ഷെ എല്ലാവർക്കും ഡെവലപ്പേഴ്സിന്റെ സെയിൽസ്മാൻമാരായി മാറിപ്പോയത് നമ്മൾ ഓഫ് പ്ലാൻ സെയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആവണം. അവരുടെ സെയിൽസ്മാൻമാരായി പോകുന്നുണ്ട് ഒരു വലിയ സമൂഹം നമ്മളെ ഏജൻസ്. അവരുടെ ഒരു ഇത് അതിലേക്ക് മാത്രം ചാനലൈസ് ചെയ്യാൻ. അതിപ്പോ ഒരു ഇതാണ്, ഞാൻ ഇപ്പോ ഷോപ്പ് സെല് ചെയ്യുകയാണെങ്കിൽ വെറും ഷോപ്പ് ബാക്കിയുള്ള എല്ലാ ഡെവലപ്പേയും ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഷോപ്പ് നല്ലതാന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാഷ് ഫ്ലോ നോക്കിയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിന് പറ്റുന്ന ഓപ്ഷൻസ് ആ റൈറ്റ് അഡ്വൈസിൽ ഏറ്റവും ഞങ്ങളതിൽ ഈ നമ്മളെല്ലാവരും ഒരേ സെയിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ്, സെയിം ഷൂല് കാലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കറന്റ്ലി ലാസ്റ്റ് 4 ഇയേഴ്സിൻ്റെത് റെഡി പ്രോപ്പർട്ടിയിലാണ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്. അതുപോലെ റെന്റൽ ഈൽഡ് അത്രയും ഹൈ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് 4 ഇയേഴ്സിൽ മാർക്കറ്റിൽ വന്ന പ്രൈസ് വേരിയേഷൻ അത് പിന്നെ ഓഫ്ലൈനെ പോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിലും വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രൈസ് അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ 50%, 100% 1 ഇയറെ കൊണ്ട് ഞാൻ വാങ്ങിയ യൂണിറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തവരുണ്ട്. സെക്കൻഡറി യൂണിറ്റ് എടുത്തിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് സെൽ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ പക്ഷേ കറക്റ്റ് ആയിട്ടില്ല, യൂണിറ്റ് പിക്ക് ചെയ്യുന്ന കൊടുത്താണ് അതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഇപ്പൊ ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കയ്യിലുള്ള കംപ്ലീറ്റ് ഫണ്ട് ഓഫ് പ്ലാനിൽ ഇടരുത്.
നിങ്ങൾ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് പ്ലാനിൽ ഇടുക, സർട്ടൻ പെർസെന്റേജ് എന്ത് ചെയ്യുക റെഡിയിൽ ഇട്ടിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കുക. മ്യൂച്വൽ ഫണ്ട് പോലെ അല്ലേ? നമ്മളൊരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ ചെയ്ത് ആദ്യം ഒരു സ്റ്റുഡിയോ എടുത്തു, അത് ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് റെഡി ആയപ്പോൾ എന്ത് ചെയ്തു, ഇക്വിറ്റി റിലീസ് എടുത്തു. ആ റിലീസ് എടുത്ത് ഫണ്ട് ചെയ്തിട്ട് അടുത്ത ഓഫ് പ്ലാനിൽ ഇട്ടു പകുതി ഫണ്ട്, പിന്നെ ബാക്കിക്ക് മോർഗേജ് ചെയ്തു 20% കൊടുത്തിട്ട് വീണ്ടും 3 പ്രോപ്പർട്ടി ആയി. ആ സ്റ്റുഡിയോ എടുത്ത ആള് റെഡി സ്റ്റുഡിയോ എടുത്തിരുന്നെങ്കിൽ ഈ ഇക്വിറ്റി റിലീസും ചെയ്യിപ്പിക്കായിരുന്നു, അതിൽ അയാൾക്ക് ആ റെന്റൽ റവന്യൂ കൂടെ ഉണ്ടാവുമായിരുന്നു. പിന്നെ അതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് ബാങ്ക്സിന്റെ ഈ ഇക്വിറ്റി റിലീസും പിന്നെ മോർഗേജും കിട്ടുന്നതിന് കുറച്ച് പേപ്പർ വർക്ക് കൂടുതലാണല്ലോ. എല്ലാവരും ക്വാളിഫൈഡ് ഒരു 12,000 dirhams ശമ്പളമുള്ള ആൾക്ക് എപ്പോഴും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അത് ഒരു ഹോം എന്നുള്ളതിന്റെ ഓപ്പർച്യൂണിറ്റികൾ മിസ് ചെയ്യരുതെന്നാണ് ആൾക്കാരോട് പറയുന്നത്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ എനിക്കതാ പറയുന്നത്. കാരണം അല്ല, ഞാനിപ്പോൾ സൽമാനോട് ഇങ്ങനെ സംസാരിച്ച് ഇപ്പോൾ പുറത്തുനിന്ന് സംസാരിച്ചതും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പം മുന്നേ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഒരു ലക്ഷറി ആയിരുന്നു, ഒരു കുറച്ച് പ്രീമിയം ഒരുപാട് പൈസ ഉള്ള ആളുകൾക്ക് വാങ്ങി ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് ഇപ്പം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റിയും അതിനുള്ള വളരെ ഓപ്ഷൻസും ഇവിടെ യു എയിലുണ്ട്. അത് റെന്റിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഓഫ് പ്ലാനിലാണെങ്കിലും അല്ലെങ്കിൽ റെഡി ടു മൂവിലാണെങ്കിലും ഒക്കെ ഉണ്ട്. സോ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് 2026 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബെസ്റ്റ് ചാൻസ് ആണ്. ഡോണ്ട് മിസ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.